ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും ആമേൻ. പല രാജ്യങ്ങളിൽ പല പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനത്തിനും അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ ആമേൻ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയോടെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ചായിരിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാമത്തെ സങ്കീർത്തനം ആമേൻ അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ആമേൻ. ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ധ്യാനമാണ് ഈ സങ്കീർത്തന ഭാഗം. ആമേൻ. 1-ാമത്തെ വാക്യം: ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. സ്തോത്രം. എൻ്റെ യാചനകൾക്ക് മറഞ്ഞിരിക്കരുതേ. ഈ പ്രഭാതം വളരെ ഭയത്തോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ഈ ആണ്ടിൻ്റെ പ്രാരംഭം കണ്ട പലർക്കും ഈ ഡിസംബർ കാണാൻ കഴിയാതെ ഭൂപരപ്പിൽ നിന്ന് മാഞ്ഞു പോയ ആമേൻ ആയിരക്കണക്കിന് പേര് വിവിധ നിലകളിൽ അപകടങ്ങളിൽ കൂടെ ആമേൻ സ്തോത്രം പെട്ടെന്നുള്ള ആമേൻ രോഗത്തിൽ കൂടെ ഒക്കെ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഈ ആണ്ടിൻ്റെ അവസാന മാസം കാണാൻ ദൈവം നമുക്കൊരവസരം കൂടെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ 4-ാമത്തെ വാക്യം പറയുന്നത്: എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു. വേദനയോടെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് ദൈവാത്മാവ് അറിയിക്കുന്നത്, ഏത് വിഷയത്തിനാണ് നിങ്ങൾ വേദനപ്പെട്ടിരിക്കുന്നത്? ഏത് വിഷയത്തിനാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? കുടുംബത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചാണോ? ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് വേദനപ്പെട്ടിരിക്കുകയാണോ? ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോകുന്ന ഒരു ഭർത്താവിൻ്റെ ആ ഒരു അനുഭവത്തിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആമേൻ സ്തോത്രം. ഭാര്യയോട് പറഞ്ഞിട്ടും ഒരു ശ്രദ്ധയില്ലാതെ പോകുന്ന അനുഭവത്തിൽ കൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹൃദയത്തിനകത്ത് വേദന പിടിച്ചിരിക്കുക. വേദന, പ്രൈസ് ദി ലോർഡ്. ആ വേദനയുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്ന ഒരു ആലോചന. ആ വേദന നിന്നെ തകർക്കാൻ വേണ്ടിയുള്ള വേദനയല്ല കേട്ടോ. സ്തോത്രം. നിന്നെ തകർത്ത് കളയാനോ ഉടച്ചു കളയാനോ ഉള്ള വേദനയല്ല. ആ വേദനയ്ക്കകത്ത് നിന്ന് തമ്പുരാൻ നിന്നെ പുറത്ത് കൊണ്ടുവരുന്ന ദിവസങ്ങളാണ്. സ്തോത്രം. ആ വേദനയ്ക്കകത്ത് നിന്ന് കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി നിൻ്റെ മേൽ വെളിപ്പെടുത്തുന്ന ഒരു പകൽക്കാലമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരോടൊക്കെയോ ദൈവാത്മാവെന്ന് പകൽ സംസാരിക്കുന്നുണ്ട്. ആമേൻ.
സങ്കടം മുഴുവനും ഹൃദയത്തിനകത്ത് ആമേൻ കടിച്ചു പിടിച്ച് മുമ്പിലോട്ട് പോകുക. സ്തോത്രം. ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ, ഒരു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. അതെ, ഇതൊന്ന് സങ്കടം തുറന്നു പറയാൻ ആരുണ്ട് ഈ ഭൂമിയിൽ? അപ്പനോട് പറഞ്ഞാൽ അപ്പൻ പറയും, നിൻ്റെ ഇഷ്ടത്തിനല്ലേ കാര്യങ്ങൾ ചെയ്തത്. അപ്പൻ കുറേ സഹായിക്കും. യെസ്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും, നിൻ്റെ ഒറ്റ തീരുമാനത്തിലല്ലേ, നീ ഒറ്റക്കാലം നിന്നുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത് എന്ന് അമ്മ പറയും. എന്നാൽ സഹോദരങ്ങൾ പറയുന്ന സഹോദരങ്ങൾ പറയും, ഫുൾ നിൻ്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾക്ക് അതിലിടപെടാൻ കഴിയില്ല, അവർ പറയും. എന്നാൽ നല്ല ഫ്രണ്ട്സിനോട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല, അവരിതൊന്നും ഏറ്റെടുക്കത്തില്ല. എല്ലാവരും കൈവിടുമ്പോൾ ദാവീദ് പറയുക, കർത്താവേ, ഞാൻ മരിച്ചു പോകുമോ, ഈ ഹൃദയം പൊട്ടുമോ? അത്ര വിഷമത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ധ്യാനമാണ് ഇന്ന് ഈ പകൽ. നിങ്ങൾ കേൾക്കുന്ന സമയം എനിക്ക് എത്രയെന്ന് അറിയത്തില്ല. ഈ സമയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, ബൈബിൾ വായിച്ചോ, ദൈവസന്നിധിയിൽ എണീറ്റിരുന്ന അല്പനിമിഷം കർത്താവിൻ്റെ വചനം ഒന്ന് ധ്യാനിക്കാൻ പറ്റിയോ? ആമേൻ. പറയാൻ അഭിഷിക്തന്മാരെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. ഞാൻ ജോലി കഴിഞ്ഞ് ഒത്തിരി ലേറ്റായാണ് വന്നത്, ഒത്തിരി ക്ഷീണമുണ്ട്. പറയാം. ജോലി ചെയ്യാൻ ആരോഗ്യം തന്ന ആരാ? ദൈവം. ദൈവം ആരോഗ്യം തന്നില്ലേ? ജോലിക്ക് പോകാനുള്ള ആരോഗ്യവും ബലവും ദൈവം തന്നില്ലേ? ജോലി തന്നില്ലേ? ആമേൻ. അവിടെ എല്ലാം ദൈവത്തെ, ആമേൻ, സ്തോത്രം, ദൈവത്തെ ആമേൻ മുറുകെ പിടിക്കാതെ, ആമേൻ, ഈ ആമേൻ ദാനിയേലിനെ പറ്റി പഠിക്കുമ്പോൾ, ആമേൻ, ദാനിയേൽ നല്ലൊരു ജോലിക്കാരനാണ്. പക്ഷേ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി 4 നേരം പ്രാർത്ഥിക്കാൻ അവൻ മറന്നു പോകത്തില്ല. സ്തോത്രം. നല്ലൊരു അധികാരിയാണ്. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിച്ചു? ആമേൻ, സ്തോത്രം. അതെ, ഇവിടെ ദാവീദ് പറയുക, കർത്താവേ, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ, ആമേൻ. ഭർത്താവ് കുറേ നാളുകൊണ്ട് അവൻ ഭാര്യയോട് കാര്യം പറയണം, ഭാര്യ കുറേ നാളുകൊണ്ട് ഭർത്താവിനോട് പറയണം. രണ്ടുപേരും ഒരുമിച്ച് ആമേൻ കണ്ടുമുട്ടിയിട്ട് നാളുകളായി. ഒന്ന് തുറന്ന് സംസാരിക്കാനോ, ഒന്ന് തുറന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാനോ, ആമേൻ, ഒരു മേശക്കീഴിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചൊന്ന് തീർക്കുവാനോ അവർ കഴിയുന്നില്ല. ഭാരപ്പെട്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ ആർക്കും സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടം. എല്ലാവരും ബിസി ആയി കഴിഞ്ഞു. ആമേൻ. ഇന്ന് പകലിൽ വേറെ ആരോടും അല്ല സഹോദര, നിങ്ങളോടാ പറയുന്നത്. നിങ്ങളോടാ ഇന്ന് പകൽക്കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടാ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാതെ അനേകരുടെ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ആണോ? സ്തോത്രം. ആണോ ബ്രദറെ? ആണോ അഭിഷക്തനെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റ ചുമതലകൾ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. പലതും കിടന്ന് ക്ലാവ് പിടിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലതും വെളിയിൽ കിടന്ന് പൂപ്പടിക്കുക, പായൽ കയറുക, അഴുക്കുകൾ കയറുക. നിങ്ങളുടെ കാര്യങ്ങൾ, ആമേൻ, സ്തോത്രം, നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ദൂത് പറഞ്ഞപ്പോൾ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിനെ ക്ഷണിച്ചിരുന്നു. യേശു പോയി. ആമേൻ. ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഒരു വലിയൊരു പുരുഷാരം യേശുവിന് കൂടെ ഉണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയി. യേശുവിൻ്റെ, ആമേൻ, അമ്മ വന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു. യേശു പറഞ്ഞത്, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്താ ബന്ധം? ആ ഭാഗം കഴിഞ്ഞു. പിന്നെയും ആമേൻ മറിയോടെന്ന് പറഞ്ഞാൽ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ആമേൻ, അത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. ആമേൻ. യേശു ആമേൻ നോക്കിയപ്പോൾ അവിടെ വലിയ പാത്രങ്ങളൊന്നും കാണാനില്ല. എന്നാൽ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ആമേൻ 2 or 3 പറ വീതം കൊള്ളുന്ന കൽപ്പാത്രം കിടപ്പുണ്ട്. 1 or 2 or 6 എണ്ണം. ആമേൻ. പുറമ്പി കിടക്കുക, പായൽ പിടിച്ച് കിടക്കുക.
അതിനെ കഴുകി വൃത്തിയാക്കി വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. ആമേൻ. കർത്താവ് ചിലത് ചെയ്തു കഴിഞ്ഞാൽ ബെസ്റ്റായിരിക്കും. യെസ്, ദൈവം ചെയ്യുന്നതെല്ലാം ബെസ്റ്റാണ്, വേറൊരാൾ ചെയ്യുന്നത് പോലെയല്ല. അവിടെ ഒത്തിരി പാത്രം വേറെ ഇരിപ്പുണ്ട്, നല്ല നല്ല പാത്രങ്ങൾ ഇരിപ്പുണ്ട്. ആ പാത്രത്തിൽ നോക്കുമ്പോൾ എല്ലാത്തിനകത്തും സാധനങ്ങൾ ഇരിപ്പുണ്ട്. പായസം ഇരിപ്പുണ്ട്, പരിപ്പ്, സാമ്പാർ, അങ്ങനെ വലിയ വാർപ്പുകളൊക്കെ ഇരിപ്പുണ്ട്. കർത്താവ് അതിനെ നശിപ്പിച്ചില്ല, അതിനൊന്നും തറയൊഴിക്കുകയോ അതിലെടുത്ത് കളയുകയോ ഒന്നും ചെയ്തില്ല നമ്മളെ പോലെ. സ്തോത്രം. കർത്താവ് നോക്കി പുറംചേറ്റിൽ കിടക്കുന്നതിനെ സഹോദര, അഭിഷത്തിനെ പുറംചേറ്റിൽ കൊണ്ടിട്ടിരിക്കുന്നതിനെ കഴുകി പുറത്ത് കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ജയം ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവാത്മ പറയുന്നു. പുറംചേറ്റിൽ കിടക്കുന്നതിനെ കഴുകി പുറത്ത് കൊണ്ടുവന്നാൽ അതിനകത്തൊരു വേഞ്ഞ് നിറയ്ക്കും ദൈവം. ബെസ്റ്റാക്കാൻ, ബെസ്റ്റ് ദൈവം ചെയ്യുന്നതെല്ലാം ബ്യൂട്ടി ആയിരിക്കും, ബെസ്റ്റായിരിക്കും. ദൈവം ചെയ്യുന്നതെല്ലാം എക്സലൻ്റ് ആയിരിക്കും. ദൈവം ചെയ്യുന്നതെല്ലാം ഇതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. ദൈവ പൈതലേ, ശമനപരകഥന വൈഡകനാരകൽക്കനാദി. ദൈവം ഇന്ന് ആമേ പകൽക്കാലം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ആമേൻ. നിന്റെ കാര്യാദികൾ നോക്കാതെ, ആമേൻ, സ്തോത്രം, പലതും പുറംചേറ്റി കിടന്ന് പൂപ്പൽ പിടിക്കുന്നു, പായൽ പിടിക്കുന്നു. ആമേൻ. വൃത്തിയാക്കാൻ കഴിയാതെ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞു, ആ പുറംചേറ്റി കിടക്കുന്നതിനെ പുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവഭക്തന്മാരെ പുറംചേറ്റി കിടന്ന് പലതും പായൽ പിടിച്ച് കിടക്കുക, പലതും കാട് കയറി കിടക്കുക, പലതും ആമേൻ, സ്തോത്രം, ആമേൻ, നശിച്ചു കൊണ്ടിരിക്കുക. അതിനെ പുറത്ത് കൊണ്ടുവന്ന് ബെസ്റ്റാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവിന്ന് പ്രഭാതത്തിൽ ദൂത് പറയുന്നു. ശവനപരകതുനി അതുരകരാജകൽക്കനാദി വൈഡമനാരകൽക്കനാദി. ആമേൻ. ഇവിടെ നോക്കിയേ. ആമേൻ. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനോട് ചേർന്ന് നമുക്കിന്ന് പകൽക്കാലം പറയാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യണം. കുടുംബങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണം. അഭിഷക്തന്മാരെ കർത്താവ് താങ്ങണം, കരുതണം, അങ്ങനെ കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.